മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ 10 പൗരന്മാരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി സൈന്യം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ 10 പൗരന്മാര് പലസ്തീനികളുടെ കൈകളിലേക്ക്, അവിടെയുള്ള ജിഹാദികളുടെ കൈകളിലേക്ക് എത്തിയത് എന്നൊന്ന് പരിശോധിക്കാം. ഇസ്രായേലില് നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിക്ക് പോയിട്ടുള്ള ഈ 10 പേരെ പലസ്തീനികൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ, ഇസ്രായേലി മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വന്ന വാർത്തയാണ്. പലസ്തീനികൾ നമ്മുടെ രാജ്യത്തെ 10 പൗരന്മാരെ, അവിടെ ജോലിക്കെത്തിയവരെ തന്ത്രപരമായിട്ട് വെസ്റ്റ് ബാങ്കിലെ അൽസായിം എന്ന പ്രദേശത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് അവിടെ തടവിലാക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്, ആക്രമിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭീകര സംഘടന എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പലസ്തീനികൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൽ അൽസായിം എന്ന പ്രദേശത്തേക്ക് എത്തിച്ചിട്ട് തടവിലാക്കി എന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പലസ്തീൻ ഐക്യദാർഢ്യം വിളിക്കുന്ന സകല നെറികെട്ടവന്മാരും ഇതൊക്കെ കേൾക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ തടവിലാക്കിയിട്ടുള്ളത് പലസ്തീനികളാണ്. അവരെ ബുദ്ധിമുട്ടിലേക്ക്, അവരെ തടവിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേലി സൈന്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി രാജ്യത്തെ പൗരന്മാർക്ക് കൃത്യമായ വിവരങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വെസ്റ്റ് ബാങ്കിൽ കാണാതായ 10 ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളെ ഇസ്രായേൽ അധികൃതർ കണ്ടെത്തി ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവന്നു. വിഷയം ഇപ്പോഴും അന്വേഷണത്തിലാണെങ്കിലും എംബസി ഇസ്രായേൽ അധികൃതരുമായി ബന്ധപ്പെടുകയും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊരു വാർത്തയാക്കാത്തത്? നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഈ ഒരു വാർത്ത വന്നിട്ട് പോലുമില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങള്, ഇസ്രായേലി മാധ്യമങ്ങള്, ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി, സകല ആളുകളും ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും ഇസ്രായേൽ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ നന്മയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമങ്ങൾ വാർത്ത പോലും കൊടുക്കാത്തത്? സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. നമ്മുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് അല്ല, പലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സന്ദർഭത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നുണ്ട്. ഒക്ടോബർ 7, അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് പലസ്തീനിൽ നിന്ന്, ഗാസയിൽ നിന്നൊക്കെ ജോലിക്ക് വന്നിരുന്ന സകലരെയും പുറത്താക്കിയിരുന്നു. പലസ്തീനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സകല ജോലിക്കാരെയും പുറത്താക്കിയതിനു ശേഷം ഇസ്രായേൽ ജോലിക്ക് ആളെ എടുത്തിരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ആ സന്ദർഭത്തിൽ മാത്രം ഈ പലസ്തീനികളെ പുറത്താക്കിയ സമയത്ത് 16,000 ഇന്ത്യക്കാരെ ഇസ്രായേൽ ജോലിക്കെടുത്തു എന്നുള്ളതും കൃത്യമായിട്ട് വാർത്തകളിലൂടെ ഈ ഒരു സമയത്ത് പുറത്തു വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തിനാണ് പലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നത്? ഒരു മലയാളിയോ ഈ രാജ്യത്തെ പൗരന്മാരോ ഈ പറയുന്ന പലസ്തീനിൽ ജോലി ചെയ്യുന്നുണ്ടോ? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അതേസമയം ഇസ്രായേലില് ഒരുപാട് ഇന്ത്യക്കാര്, ആയിരക്കണക്കിന് നമ്മുടെ രാജ്യത്തെ പൗരന്മാര്, പ്രത്യേകിച്ച് മലയാളികള് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജിഹാദികൾ അവരെ ആക്രമിച്ചാൽ അതിൽ നിന്നും സുരക്ഷ കൊടുക്കുന്നത് ഇസ്രായേലി സംവിധാനങ്ങളാണ്. നമ്മുടെ പൗരന്മാരെ ഇത്രത്തോളം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്രായേലിനല്ലാതെ പാലസ്തീനൊക്കെ എന്ത് തേങ്ങക്കാണ് ഇവിടെ ഐക്യദാർഢ്യം ആളുകൾ അർപ്പിക്കുന്നത്? മനുഷ്യത്വത്തിന്റെ പേരും പറഞ്ഞ് ഒരുത്തരും മുന്നോട്ട് വരരുത്. കാരണം ഇസ്രായേലിലെയും സ്ത്രീകളും കുട്ടികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ലോകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും പ്രതികരിക്കാതെ പലസ്തീൻ മാത്രം ഐക്യദാർഢ്യം അർപ്പിക്കുന്ന സകല ആളുകളും പച്ച വർഗീയവാദികളാണ്, അതല്ലെങ്കിൽ പ്രീണനം നടത്തുകയാണ്, അതല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടിയാണ്. ഇതൊക്കെ ബോധമുള്ള മലയാളികളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക.
പിന്നെ ഇവിടെ കുറെ ആളുകളുണ്ട്, വലിയ സ്നേഹമാണ് പലസ്തീനോടും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളോടും. അതേസമയം ഇസ്രായേൽ എന്ന് കേട്ടാൽ വലിയ പ്രശ്നവും. അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടില്ലേ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു രാജഭരണത്തിലെ സംവിധാനത്തെ പുകഴ്ത്താൻ ശ്രമിക്കുന്നത്? നമ്മൾ അവരെ ഉപദ്രവിക്കാനോ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാനോ ഒന്നും പോകണ്ട. പക്ഷെ അവരെ പുകഴ്ത്താൻ നമ്മുടെ രാജ്യത്തേക്കാൾ മികച്ചതാണ് എന്നൊക്കെ പറയാൻ എങ്ങനെയാ സാധിക്കുന്നത്? ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ തന്നെ മുന്നോട്ട് വെക്കാം. ഷഹസാദി ഖാന്, അതേപോലെ തന്നെ മുഹമ്മദ് റിനാഷ്, മുരളീധരന് ഈ റമദാൻ മാസത്തിലാണ് നമ്മൾ രണ്ടുപേരെ UAE തൂക്കിലേറ്റിയ വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഷഹസാദി ഖാൻ, അത്തരം ആളുകളെയൊക്കെ തന്നെ കൊലപ്പെടുത്തുകയാണ് ഈ പറയുന്ന UAEയും ഗൾഫ് രാജ്യങ്ങളും. നമ്മൾ അവരൊന്നും ചെയ്ത തെറ്റുകളെ ഒന്നുമല്ല ന്യായീകരിക്കുന്നത്. നമ്മുടെ പൗരന്മാരോട് ക്രൂരതകൾ UAEയും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ചെയ്യാറുണ്ട്. നമുക്കൊക്കെ തന്നെ അത് അറിയാവുന്നതുമാണ്. എന്നിട്ടും അതൊക്കെ തന്നെ മറച്ചു പിടിച്ച് എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പുകഴ്ത്ത് പാട്ടുകൾ? ഞാനൊരു കാര്യം എടുത്തു പറയാം. ഈ അറബ് നാടുകളിലൊക്കെ പോകുന്ന, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന അത്തരം ആളുകൾ തന്നെ പറഞ്ഞു തന്നാണ്, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു സമ്പ്രദായം വരെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതൊന്നും ഒരു ഇസ്രായേലിലുമില്ല, അതൊരു ജനാധിപത്യ രാജ്യത്തുമില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിക്ക് ഇസ്രായേലൊക്കെ പോയിട്ടുള്ള ആളുകളോട് നിങ്ങളൊക്കെ അവരുടെ അനുഭവങ്ങൾ ചോദിക്കണം. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയവരോടും നിങ്ങൾ അനുഭവങ്ങൾ ചോദിക്കണം. ആ സമയത്താണ് ഇസ്രായേലൊക്കെ എത്രത്തോളം മഹത്തായ ഒരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പുകഴ്ത്തുന്നതിനേക്കാൾ ഒരുപാട് മുകളിൽ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ മുകളിൽ വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തെ 10 പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലി സൈന്യം ഇറങ്ങി തിരിച്ച് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏതൊരു പൗരനും കൂറുവേണ്ടത്, ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിക്കും കൂറുവേണ്ടത് ഇസ്രായേലിനോട് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ പൗരന്മാര് ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ്, ഒരിക്കലും പലസ്തീനിലല്ല. ഇതൊക്കെ ഏതൊരാൾക്കും ലളിതമായിട്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും വലിയ വാർത്തയാ. അതേസമയം ഇസ്രായേല് നമ്മുടെ സ്വന്തം പൗരന്മാരെ രക്ഷപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ പോലും ചർച്ചയോ വാർത്തയോ കൊടുക്കാത്തതിലും കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പുകളില്ലേ? നമുക്കൊരു രാജ്യത്തോ, ഈ രാജ്യത്തെ ഒരു പൗരനും മറ്റൊരു രാജ്യത്തോടും ഒരു ദേഷ്യവും വേണ്ട. പക്ഷേ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതകളുടെ അടിസ്ഥാനത്തിലെങ്കിലും നമ്മുടെ ആ ബഹുമാനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കണ്ടേ? ഇതൊക്കെ ഏതൊരു പൗരനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ 10 പൗരന്മാരെ ജിഹാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇസ്രായേലി സൈന്യത്തിന് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരുപാട് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.